ആരാണെന്നറിയോ? ഐഷുട്ടി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ദേവസിയേട്ടൻ. ഇത് എക്കോസ്റ്റാറിൻ്റെ SS വാട്ടർ ടാങ്കിൻ്റെ കമ്പനി ഓണറാണ്. അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്കമാലിയിൽ നിന്ന്, മറ്റേ അങ്കമാലി അമ്മാവൻ പ്രധാനമന്ത്രി അതല്ലേ, ആ അങ്കമാലിയിൽ നിന്ന് അവിടുന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. ഓണറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വലിയ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്ന. പക്ഷെ ഇതാകെ നോക്കുമ്പോൾ ഒരു ഊട്ടി വന്ന ഒരു പാവം മനുഷ്യൻ. SS വാട്ടർ ടാങ്കിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഗുണം എന്താണെന്നൊക്കെ നമ്മുടെ ദേവസിയേട്ടൻ പറഞ്ഞുതരും. താങ്ക് യു ആയിഷ. ഞാൻ വളരെ ഹാപ്പി ആട്ടോ. ശരിക്കും ഇന്നലെയാണ് ഞാൻ ആയിഷനെ പറ്റി അറിഞ്ഞത്. അപ്പം ആയിഷൻ്റെ അനുഭവത്തിൽ ഏറ്റവും ചെറിയ കുട്ടി, 4ൽ പഠിക്കുന്ന കുട്ടി സ്വന്തം ഭവനം പണിയണം, അപ്പച്ചനെയും അമ്മച്ചിയും ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ശരിക്കും. അപ്പം നിന്റെ പപ്പയാണ് എന്നെ വിളിച്ചത് SS ഒരു ടാങ്കിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് പന്തളത്തും കുണ്ടറിലും ഫാക്ടറി ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ ആ വഴിക്ക് ഞാൻ പോകും. ആയിഷനെ കാണാം. ആയിഷയുടെ ഒരു ടോക്ക് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഇമ്പ്രസ്ഡായി. അപ്പോൾ ആയിഷ പണി എൻ്റെ ഇതിൽ 4ൽ പഠിക്കുന്ന കുട്ടി പപ്പേനെയും മമ്മിയും ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് സ്വന്തം ഭവനം പണിയാന്ന് പറഞ്ഞാൽ അവളെ ഒന്ന് കാണുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെറുതെ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞേക്കണേ. തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് വരും നമ്മുടെ ടാങ്കിന്. എക്കോസ്റ്റാർ. അപ്പൊ ഇതാണ് നമ്മുടെ എക്കോസ്റ്റാറിന്റെ SS സ്റ്റീൽ വാട്ടർ ടാങ്ക്. എങ്ങനെയുണ്ട്? ഇപ്പൊ ചിലര് വിചാരിക്കുന്നുണ്ടാവും, എന്തിനാ ഐഷൂട്ടി സ്റ്റീൽ ടാങ്ക്, ഒരു പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങി വെച്ചാ പോരേന്ന്. അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടത്. ചിലരൊക്കെ വലിയ വീട് വെക്കും, ലക്ഷക്കണക്കിന് രൂപകൾ മുടക്കി ഇന്റീരിയൽ വർക്കും പിന്നെ പെയിന്റിങ്ങും വലിയ മതിലും അടിപൊളി ഗേറ്റും മനോഹരമായ പൂന്തോട്ടവും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഗേറ്റ് പൂട്ടി അകത്തിരിക്കും. അയലത്തെ വീട്ടിൽ എന്ത് നടന്നാലും നമ്മളറിയില്ല. ചില ഈ മതിൽ കെട്ടിയിരിക്കുന്നത് ഈ വസ്തുവിൻ്റെ അതിർത്തിയിലല്ല, മനസ്സിൻ്റെ അതിർത്തിയിലാണ്. അയ്യോ സോറി, വിഷയം മാറിപ്പോയി. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എത്ര രൂപ വേണമെങ്കിലും അവർ ചിലവാക്കും. പക്ഷെ ടാങ്ക് വാങ്ങുമ്പോൾ, വാട്ടർ ടാങ്ക് വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങും, അതും ഏറ്റവും കുറഞ്ഞത് നോക്കി. കാരണം എന്താ? നമ്മളല്ലേ കാണുന്നുള്ളൂ, ബാക്കിയുള്ളവർ കാണുന്നില്ലല്ലോ. അങ്ങനെ ആരും കാണാത്ത, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ട്. ലക്ഷക്കണക്കിന് അരിപ്പകളുള്ള വൃക്കയുണ്ട്, കരളുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ഈ ശരീരത്തിലുണ്ട്. അവരൊക്കെ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും അവർക്ക് പണിയെടുത്താൽ അവർ പണി നിർത്തും. അപ്പോൾ നമുക്ക് പണി കിട്ടും. പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങി വെച്ചിരിക്കുന്നവരെ ഞാൻ കുറ്റം പറയുകയല്ല. അങ്ങനെ പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങി വെച്ചിരിക്കുമ്പോൾ അതിൽ കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന എന്താ ഞാൻ പറയട്ടെ? ഈ ടാങ്ക് നിനക്ക് ഫ്രീ ആയി കിട്ടിയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടിയോണ്ടല്ലേ ഐഷുക്കുട്ടി നീ ഇത്രയും വലിയ ഡയലോഗ് അടിക്കുന്നേ? അങ്ങനല്ലേ വിചാരിച്ചേ? എന്നാൽ അങ്ങനെ അല്ല. ഞാൻ ഈ പ്രൊമോഷൻ ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങൾ നേരത്തെ വിചാരിച്ചായിരുന്നു സ്റ്റീൽ വാട്ടർ ടാങ്ക് തന്നെ വാങ്ങണമെന്ന്. കാരണം അകം ശുദ്ധിയാക്കാതെ മുഖം മിനുക്കിയിട്ട് കാര്യമില്ലല്ലോ. മുഖം ഭംഗി കൊണ്ടെന്ത് ഫലം, മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കില്. പിന്നെ ഒത്തിരി ബ്രാൻഡുകൾ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് എക്കോസ്റ്റാൻഡ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അവരുടെ ക്വാളിറ്റി കൊണ്ടാണ്. ഗുരുവായൂർ അമ്പലത്തിലെ ദേവസ്വം ബോർഡിന്റെ ക്യാൻറ്റീനിൽ ഇവരുടെ ടാങ്കാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ കൊല്ലത്തെ ഇന്ത്യൻ റെയിൽവേ ഹോസ്പിറ്റലിൽ ഇവരുടെ ടാങ്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് കസ്റ്റമറിലേക്കാണ്. അതുകൊണ്ട് വിലയും കുറവാണ്. ഇത് വൃത്തിയാക്കാൻ എളുപ്പമാണ്. വേണ്ടേ
ഈ ടാപ്പ് അങ്ങോട്ട് തുറന്നാ മതി. കണ്ട അഴുക്കെല്ലാം അങ്ങോട്ട് ഇറങ്ങി പൊക്കോളൂ. സെറ്റല്ലേ? അപ്പൊ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശരിക്കും മുതലാളിയോട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, എങ്കിലും ആയിഷയ്ക്ക് അറിയില്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കാണ്. അത് നമ്മുടെ വീടിൻ്റെ മുകളിൽ വെള്ളം കൂടി സംഭരിക്കാനുള്ള ടാങ്കാണ്. പ്ലാസ്റ്റിക് ടാങ്കിനും കോൺക്രീറ്റ് ടാങ്കിനും പകരമുള്ള ടാങ്ക്. അപ്പോൾ അതിൻ്റെ ഗുണം ഒന്ന് ഹെൽത്ത് ബെനിഫിറ്റാണ്. കാരണം നമ്മുടെ റൂഫ് ടോപ്പിലേക്ക് ഇരിക്കുമ്പോൾ വെയിൽ കൊണ്ട് ചൂടാകുമ്പോൾ പ്ലാസ്റ്റിക്കും വെള്ളമായിട്ട് കൂടിച്ചേർന്ന് മലിനമാവും. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണെങ്കിൽ ഇത് ചൂട് കൂടിയാലും ഒരു കോണ്ടാമിനേഷൻ ഉണ്ടാവില്ല. അത് വെള്ളം അങ്ങനെ തന്നെ സ്റ്റീൽ അങ്ങനെ തന്നെ ഇട്ട് നോക്കും. അത് നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും ഒരു കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ പെയിൻറ്റിങ് ഇപ്പം നിങ്ങളുടെ ചെറിയ ഒതുങ്ങിയ പേരെയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് അഭിമാനം തോന്നി. ഈ ഒരു ചെറിയ പേര പണിതിലും നീ എസ് ടാങ്ക് അന്വേഷിച്ച് വന്നല്ലോ. കാരണം ഉള്ള ബഡ്ജറ്റഡ് പേരയാണ് നീ പണിയണമെങ്കിലും നീ അത് ഉൾക്കൊണ്ടിട്ട് ഇത് ഹെൽത്ത് ബെനിഫിറ്റ് ആണെന്ന് എങ്ങനെ പറഞ്ഞിട്ട് അന്വേഷിച്ച് വന്ന് അത് അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിഷൻ്റെ ഇങ്ങനെ കോണിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ സെഡിമെൻ്റ് ഇല്ലേ അതൊക്കെ അടിയിൽ ഊരി കിടക്കും. അതിൻ്റെ അടിയിലത്തെ വാൽവ് തുറന്ന് പെട്ടെന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാം. പൂപ്പിൽ പായലൊന്നും പിടിക്കില്ല. പ്ലാസ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ടാങ്കുകളൊക്കെ പൂപ്പിൽ പായലൊക്കെ പിടിക്കും. ഇത് സ്റ്റീലായതുകൊണ്ട് ഇതിൻ്റെ പൂപ്പിലും പായലും പിടിക്കില്ല. അപ്പോൾ അത് ഫംഗസോ ബാക്ടീരിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. ഇത് ഹൈലി ഡ്യൂറബിളാണ്. പ്ലാസ്റ്റിക് ടാങ്ക് 10-15 വെയിലും മഴ ഇതൊക്കെ കൊണ്ട് സീസണൊക്കെ ആയിട്ട് പൊട്ടിപ്പോവും. 10-15 വർഷമൊക്കെ മാക്സിമം. ഇത് 30 വർഷമൊക്കെ ആയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല ഷൈനായിട്ട് തിളങ്ങി നിൽക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക. പിന്നെ നീ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വെള്ളമില്ലേ അതിൻ്റെ ക്വാളിറ്റിയാണ് ഇതിന് ലൈഫ് കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റീൽ ടാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ മാനുഫാക്ചർ മാത്രമാണ്. അതിൽ നല്ല വെള്ളം സംഭരിച്ചാൽ അതിന് ഒരു കുഴപ്പമില്ലാതെ നിൻ്റെ തലമുറയും മറ്റു തലമുറയ്ക്കൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതിൽ ബോർവെൽ വാട്ടർ സ്റ്റോർ ചെയ്യുക. അതേപോലെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശം ഉണ്ടല്ലോ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അപ്പോൾ ചിലപ്പോൾ ഉപ്പുകാറ്റൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. ചില വെള്ളത്തിന് ഉപ്പിൻ്റെയും ചിലപ്പോൾ കൂടുതൽ സോൾട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ബോർവെൽ ഞാൻ പറഞ്ഞില്ല, ബോർവെൽ വാട്ടർ അതിൻ്റെ TDS, ഹാർഡ്നെസ്, അയൺ കണ്ടൻറ്റ്, pH വാല്യൂ ഇതൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ നമ്മളൊരു ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുക. 700 രൂപയ്ക്കേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്തിട്ട് ആ പാരാമീറ്റേഴ്സൊക്കെ വിതിൻ റേഞ്ചിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. ഇപ്പം നമ്മൾ ഡീലറോ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലേ ശരിക്കും. അതിൻ്റെ മെയിൻ കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടായിരിക്കണം ബിസിനസ് നടത്തണ്ടേ. അപ്പോൾ എനിക്ക് കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല നമ്മുടെ ടാങ്ക് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. നമുക്ക് 304 ഗ്രേഡിൻ്റെ 0.6 mm തിക്നെസ്സുള്ള ടാങ്ക് ഉണ്ട്. അതിൻ്റെ തന്നെ തിരുവണി വാൾ തിക്നെസ് കൂടി 0.8 mm തിക്നെസ് ടാങ്ക് ഉണ്ട്. പിന്നെ ഹയർ ഗ്രേഡ് ഉണ്ട്, 316L എന്ന് പറഞ്ഞ ഗ്രേഡ് ഉണ്ട്. സുപ്പീരിയർ ഗ്രേഡാണ്. അതിന് ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ് ഉള്ള സ്റ്റീലാണ്. ഇതൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. സ്റ്റീല് അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് എല്ലാം പക്കയായിരിക്കും. അതിന് പരിപൂർണ്ണ വാറണ്ടിയാണ്. അതിന് നമ്മൾ 10 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 1 year നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും കസ്റ്റമർക്ക് എന്തെങ്കിലും ഹ്യൂമൻ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ എറർ പറ്റാം, ചിലപ്പോൾ ഡ്രോപ്പൊക്കെ വരും, ചിലപ്പോൾ ശ്രദ്ധയപ്പെടാതെയൊക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പുതിയ മാറ്റി കൊടുക്കും. അപ്പോൾ ഇത് പരിപൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അതിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളം നിങ്ങൾ നോക്കണം. ഇപ്പൊ എവിടെയൊക്കെയാണ് ഔട്ട്ലെറ്റുകൾ ഉള്ളത്? ഇപ്പം നമുക്ക് ഔട്ട്ലെറ്റ് ഉള്ളത് ട്രിവാൻഡ്രത്തുണ്ട്, കാര്യവട്ടം. പിന്നെ കൊല്ലത്ത് കുണ്ട്രയിലുണ്ട്, കുണ്ട്രയിൽ കൊട്ടാരക്കര റോഡ്. പിന്നെ പന്തളത്തുണ്ട്, MC റോട്ടിൽ. പിന്നെ അങ്കമാലിയുണ്ട് ഞങ്ങളുടെ മെയിൻ സ്ഥലം. എൻ്റെ വീട്, ഞാൻ അങ്കമാലിക്കാരനാണ്. അങ്കമാലി കറുകുറ്റിയിൽ അപ്പോളോ ഹോസ്പിറ്റൽ എതിർവശത്ത് നമ്മുടെ ഡിസ്പ്ലേ സെൻറ്റർ എല്ലാ ടാങ്കുകളും അവിടെ ഉണ്ട്. പിന്നെ പാലക്കാടുണ്ട്, കുമരനെല്ലൂർ. പിന്നെ കോഴിക്കോടുണ്ട്, അരീക്കാട് നല്ലളം ഭാഗത്ത്. പിന്നെ കണ്ണൂരുണ്ട്, കണ്ണൂർ കല്യാശ്ശേരി പുതിയൊരു ടോൾ പ്ലാസ് വരുന്നുണ്ട്, അവിടെ ഉണ്ട്. നമുക്കൊരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പൂക്കോട്ടൂർ എന്ന് പറയും, മലപ്പുറം, അവിടെ പുതിയ ബ്രാഞ്ച് വരും. അപ്പോൾ ഡയറക്റ്റാണ് നമ്മൾ സെല് ചെയ്യണം. എല്ലായിടത്തും നമ്മുടെ സ്റ്റാഫുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയല്ലേ നമ്മൾ ചെയ്യണേ. കമ്മ്യൂണിറ്റി കസ്റ്റമറിലേക്കല്ലേ? അതെ അതെ അതെ. അതിൻ്റെ മെയിൻ കാരണം കസ്റ്റമറിന് ഒരു കാരണവശാലും പ്രോബ്ലംസ് ഒന്നും വരാൻ പാടില്ല. അപ്പം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഫിറ്റ് ഫോർ പർപ്പസ് ആയിട്ടുള്ള ടാങ്ക് അവർ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് സെല്ലിങ് ഇത്തിരി കുറവായിരിക്കും, എന്നിരുന്നാലും ട്രബിൾ ഫ്രീ ആയിരിക്കും. ഞാനും ഹാപ്പി ആയിരിക്കും, കസ്റ്റമറും ഹാപ്പി ആയിരിക്കും. ഇതിന് വളരെ ഒത്തിരി സന്തോഷം മോളെ കാണാൻ പറ്റിയത്. നിൻ്റെ ആഗ്രഹമുള്ള ഡ്രീം ഹോം വളരെ ഭംഗിയാവട്ടെ. എല്ലാം ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹവും ഭംഗിയാവട്ടെ എൻ്റെ പേരൊക്കെ. ഇനി ഞാൻ ഇതിൽ വരുമ്പോൾ കാണാം. ഓക്കെ, കൂടെ പഠിക്കുക, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുക, മിടിക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ കോൺടാക്ട് നമ്പർ
ആർക്കെങ്കിലും സ്റ്റീൽ വാട്ടർ ടാങ്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല അവർ വീട്ടിലെത്തിച്ചും തരും. ഓക്കെ.